ഇന്നിപ്പോൾ കടകളൊക്കെ മുടക്കായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ ഗാർഡനിങ് ഒക്കെ സെറ്റ് ചെയ്ത് കണ്ടോ, എല്ലാം നല്ല രീതിയിൽ ഒതുക്കി ആൾക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഹാപ്പിയാക്കി വീടൊക്കെ ഒന്ന് നീറ്റാക്കി തുടച്ച് സെറ്റപ്പാക്കി. മീൻകുട്ടൻ നമ്മുടെ കിച്ചൺ ഒന്നുകൂടി നല്ല റീസെറ്റ് ചെയ്ത് ചെടികളൊക്കെ മാറ്റി കേട്ടോ, പഴയത് മാറ്റി വേറെ വെച്ചു. അതുപോലെ ഇവിടെയുള്ള ഒരു ചെടി മാറ്റി വേറെ വെച്ചു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് വീട് നല്ല നീറ്റായി ക്ലീനാക്കി. പിന്നെ ഇവിടെ നമ്മുടെ കാക്കച്ചിക്ക് വെള്ളവും ഭക്ഷണം വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ ചെടികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത്, എന്നാലും എൻ്റെ മുല്ല ഉണങ്ങിപ്പോയി. അങ്ങനെ കുറച്ചധികം ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. നമ്മുടെ കാക്കച്ചി വന്നിട്ടുണ്ട്. അമ്മണി കഴിച്ചോ, താഴെ വെച്ചിട്ട് ഭക്ഷണം. മോളെ അമ്മണിക്കുട്ടി ഭക്ഷണം കഴിച്ചിപ്പോൾ കേട്ടോ. വെള്ളം വെച്ചിട്ടുണ്ട്, ഫുഡും വെച്ചിട്ടുണ്ട്. അടുത്ത ആൾ വന്നിട്ടുണ്ടല്ലോ. ശശാങ്ക വായോ, നിനക്ക് വേണ്ടേ? വാടാ. അങ്ങനെ ഞാൻ ബാക്കിയുള്ള ചെടികളൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി. പ്ലാന്റ് ഇവിടെ വേറെ സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എങ്ങോട്ടേക്ക് കുറച്ച് വേറെ സെറ്റ് ചെയ്തു. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെയൊക്കെ നിങ്ങളാരും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം വേനൽക്കാലമാണ്, അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഭക്ഷണമൊക്കെ നമ്മൾ വെച്ച് കൊടുക്കണം. കണ്ടോ, ഇത്രയും ചൂടായിട്ട് എൻ്റെ ചെടികൾ വരെ കരിഞ്ഞു പോയി. അപ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥ എന്താ സ്ഥിതി?